വീണ്ടും 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 എല്ലാവരും നല്ല അഭിപ്രായങ്ങൾ പറയുന്നു. ഞങ്ങൾ സ്ഥിരം എന്ത് തോന്നുന്നല്ലേ? വീണ്ടും സന്തോഷം തോന്നുന്നു. വീണ്ടും സന്തോഷം തോന്നുന്നു. കൽക്കി പോലും വലിയ പ്രസ്ഥാനം ഇറങ്ങി നിൽക്കുമ്പോഴും ഞങ്ങളുടെ ഗഗനചാരി ഓഡിയൻസ് മറന്നിട്ടില്ല എന്നുള്ളതിൻ്റെ ഒരു ലക്ഷണമാണ്. ഞങ്ങൾക്ക് എൻക്വയറീസ് വീണ്ടും വരുന്നുണ്ട്. മൂവി ഇൻഡസ്ട്രിയിൽ നിന്ന് ഞങ്ങളുടെ കൊളീഗ്സും ഫ്രണ്ട്സും എല്ലാവരും വിളിച്ച് അന്വേഷിക്കുന്നുണ്ട്. അവർ ഒരുപാട് പേര് ഇന്നുണ്ടായിരുന്നു ഷോയ്ക്ക്. ഞങ്ങളെങ്ങനെ വാക്കാലെങ്ങനെയാണ് പ്രകടിപ്പിക്കേണ്ടതെന്ന് ഇനിയും ഞങ്ങൾക്ക് അറിയത്തില്ല. ഒരുപാട് സന്തോഷം. ഇങ്ങനത്തെ പുതിയ അറ്റംപ്റ്റ്സിന് കിട്ടുന്ന സ്വീകാര്യത കൂടുതൽ ഞങ്ങൾക്കിതിൽ വളരാനായിട്ട് ഞങ്ങളെ കൂടുതൽ പുഷ് ചെയ്യുക, കൂടുതൽ കോൺഫിഡൻസ് വരിക എന്നുള്ളതൊരു ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അല്ലെങ്കിൽ പുതിയ പരിപാടികളുണ്ടാവോ? എന്തുവാ ഏലിയാമ്മയായിട്ടുള്ള പുതിയ പരിപാടികൾ? ഏലിയാമ്മയായിട്ട് പുതിയ പരിപാടി ഒന്നുമില്ല. മണിയഞ്ചിറ്റപ്പനിൽ എന്തൊരു ക്യാമിയോ പോലെ എന്തെങ്കിലും ഉണ്ടാവും. മണിയഞ്ചിറ്റപ്പൻ ആണ് ഇപ്പോൾ നമ്മുടെ പുതിയൊരു ന്യൂസ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു സ്പിൻ ഓഫ് അതും സുരേഷ് ഏട്ടൻ തന്നെയാണ് അഭിനയിക്കുന്നത്. അപ്പോൾ അതിലൊരു വലിയ എക്സൈറ്റ്മെൻറ്റും ഉണ്ട്. അതിലും കോവില് ഞാൻ അച്ഛൻ്റെ ഡീപ്പ് ഫേക്ക് ആയിട്ട് ചെറിയൊരു ഞാനില്ല. അലൻ ചിലപ്പോൾ ഉണ്ടാവും, പക്ഷെ അല്ലാതെ ഞാൻ അച്ഛൻ്റെ ഡീപ്പ് ഫേക്ക് ആയിട്ടാണ് ഞാൻ അഭിനയിക്കുന്നത്. അങ്ങനത്തെ പല പരിപാടികളും അണിച്ചിട്ട് പോലെ പ്രതീക്ഷിക്കാം. പിന്നെ എന്നെ സന്തോഷമുണ്ട്. 5th മുതൽ ടെസ്റ്റ് ഓഫ് ഇന്ത്യ റിലീസും ഉണ്ട്. അതിനായിട്ടാണ് ഇപ്പോൾ കാത്തിരിക്കുന്നത്. സ്റ്റണ്ട് സീക്വൻസ് ഒക്കെ എങ്ങനെയായിരുന്നു? സ്റ്റണ്ട് സീക്വൻസ് ഒക്കെ ഷൂട്ടിംഗ് എങ്ങനെയായിരുന്നു? അടിപൊളിയായിരുന്നു. ഭയങ്കര രസമുള്ള പരിപാടിയായിരുന്നു. ഞാൻ എൻ്റെ ഫസ്റ്റ് ഫൈറ്റ് ആയിരുന്നു. കഴിഞ്ഞൊരു 4 വർഷം മുമ്പ് ഷൂട്ട് ചെയ്തതാണ്. ഇല്ല, അതിനുശേഷം ഫൈറ്റ് ചെയ്തിട്ടില്ല. അപ്പം ആകെ അല്ല ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ഫൈറ്റ് ആയിരുന്നു. ഇതാണ് നമ്മുടെ രാഘവന്റെ ശബ്ദം കൊടുത്തയാൾ. ഗഗനചാരി യൂണിവേഴ്സിലെ AI ബോട്ടായിട്ടുള്ള രാഘവനെയാണ് ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ സൗണ്ട് ഒന്ന് ഹലോ അതെങ്ങനെയാണ്? എന്തെങ്കിലും റെഫറൻസ് ചെയ്തിട്ടാണോ അങ്ങനെ ഒരു സൗണ്ടിലേക്ക് എത്തിയത്? ഇല്ല, ഞങ്ങൾക്ക് ഓൾറെഡി സംസാരിക്കുമ്പോൾ നമ്മുടെ ഈ മോർഗൻ ഫ്രീമാൻ്റെ പോലത്തെ സൗണ്ട് ഇല്ലേ നാഷണൽ കേരളത്തിൽ കേൾക്കുന്നത്, അപ്പോൾ അതേപോലെ സൗണ്ടായിരുന്നു നമ്മുടെ മൈൻഡിൽ. എനിക്ക് ആദ്യം ശരിക്കും സന്തോഷ് ജോർജ് മംഗ സാറിനെ ആയിരുന്നു അത് കിട്ടാത്തതുകൊണ്ട് പാവങ്ങളുടെ സന്തോഷ് ജോർജ് വിളിച്ചതാണ്.